ജോലിനേക്കാളും വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ നിയമങ്ങൾ ഉണ്ടെന്നും ഇത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്നും ഇതിന് വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നേരെ വീട്ടിൽ പോയി അന്ന് രാത്രി സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറങ്ങാത്ത രാത്രി എന്ന് വെച്ചാൽ അന്നത്തെ രാത്രിയാണ്. കാരണം എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനാണ്. ഒന്നിക്കും ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് നല്ല പേര് പ്രശസ്തി ഉണ്ടാക്കുക, മാസ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ആ ഉടുപ്പ് ഉരുമയ്ക്ക് മാറ്റി വെച്ച് ആഴ്ചയ്ക്ക് ലക്ഷ്യങ്ങൾ വരുമാനം ഉണ്ടാക്കുക. ഈ 2 വഴി ഇങ്ങനെ ഉണ്ട് അല്ലേ? ഇല്ലേ? അപ്പോ ഉറക്കില്ല, ഇങ്ങനെ ഗൂഗിൾ യൂട്യൂബിൽ തപ്പാൻ തുടങ്ങി എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്താണ് മൈനസ്, ഇങ്ങനെ ഉമ്മാന്റെ ഫോൺ എൻ്റെ ഫോൺ ഹോട്ട്സ്പോട്ട് ഉള്ള ഒരു 5 GB ഒക്കെ തീർത്ത് അന്ന് രാത്രി മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഞാൻ ചെയ്താലില്ലെങ്കിൽ ഇവിടെ എന്തായാലും വളരും. ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഏകദേശം 70-80% ആൾക്കാർ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ ഹൈ പ്രൊഫഷണൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അടക്കം ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കണ്ടൊരു വ്യക്തിയെ പേര് മാത്രമേ പറയാം, ഡെക്സ്റ്റർ യാദവ് എന്നുള്ള ഒരു വ്യക്തിയെ കണ്ട്. ആ വ്യക്തി 1000 കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വെറും ഒരു സാധാരണക്കാരൻ അമേരിക്കയിൽ നിന്നും ഡയറക്ട് സെല്ലിംഗ് ചെയ്തിട്ട് 1000 കോടിക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ലേഡീസ് കൂടുതലുള്ളതെന്ന് പറയാം. 28 വയസ്സുള്ള ജന്ന എന്നൊരു പെൺകുട്ടി അമേരിക്കയിൽ നിന്നും 500 കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടാക്കിയതായിട്ട് കാണാം. ഹലോ, ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഡോക്ടറായിട്ട് എഞ്ചിനീയർ ആയിട്ടൊന്നും കാര്യമില്ല, പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് തന്നെ ചെയ്തേ പറ്റുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്തായി നേരെ ഈ ബിസിനസ് പ്രത്യേകത അന്ന് രാത്രി മനസ്സിലായി വെച്ചാൽ മറ്റുള്ള എല്ലാ മേഖലയും ഒറ്റയ്ക്ക് അധ്വാനിച്ചോളാം അല്ലേ? സാർ ഇപ്പോൾ ഷോപ്പല്ലേ, ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യണ്ടോ, അല്ലെങ്കിൽ 1-2 സ്റ്റാഫ് ഉണ്ടോ അല്ലേ? പക്ഷെ നമ്മൾ മറ്റേതെങ്കിലും ഒരു മേഖലയാണെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നത് എന്താ, ഒരു ടീം ഉണ്ടാക്കാൻ പറ്റുന്നു, ആ ടീമിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു മനസ്സിലായപ്പോൾ ഒന്നും നോക്കിയില്ല, ചെയ്യാൻ തീരുമാനം എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാം നമുക്ക് കുറച്ച് ബുദ്ധി ഓവറായതുകൊണ്ട് മൈലേജ് സെൽ ചെയ്യണമെന്നില്ലല്ലോ, ഡയറക്ട് സെല്ലിംഗ് വേറെ കമ്പനികളുണ്ടല്ലോ. അങ്ങനെ എല്ലാ കമ്പനികളെ പറ്റി നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്വബി വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഓരോ കമ്പനികളെ പറ്റി നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം നിങ്ങൾ ഓപ്പണായിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞ ഡെക്സ്റ്റർ യാദവ് എന്ന് പറഞ്ഞ 1000 കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടാക്കിയ വ്യക്തിയുടെ കമ്പനി ഇന്ത്യയിലുണ്ട്. ആ കമ്പനിയെ പോലെ ഇന്ത്യയിൽ 3ാം സ്ഥാനത്താക്കിയിട്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് നമ്പർ 1 കമ്പനിയാണ് മൈലേജ് മാർക്കറ്റിംഗ് ഗ്ലോബൽ. ചുരുക്കം പറയുകയാണെങ്കിൽ 2030 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒരുപാട് ഡെക്സ്റ്റർ യാദവ് ഉണ്ടാകുമ്പോൾ അതിലൊരു ഡെക്സ്റ്റർ യാദവ് ആകാൻ പറ്റും മൈലേഷ്യയുടെ കൂടെ നിന്നുള്ള കാര്യം മനസ്സിലാക്കി.